നമസ്കാരം. നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. ദിവസേന ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള യോഗ മുറകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ ശ്വസനക്രിയകൾ പല പൊസിഷനിൽ ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും ചെയ്യാവുന്ന ശ്വസനക്രിയകളാണ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് പ്രാണായാമയിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം നമ്മളുടെ പരിധിക്ക് അപ്പുറമായിട്ട് ഒരു സ്റ്റെപ്പ് അധികം നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ട് ചെയ്യുന്നതാണ് ശ്വസനക്രിയകൾ ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ലങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ചെറിയ കയറ്റങ്ങൾ കയറുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ ഉണ്ടാകുന്ന കിതപ്പ് അല്ലെങ്കിൽ ശ്വാസം ടൈഡൽ വോളിയം എന്ന് പറയും. ആ ടൈഡൽ വോളിയത്തിൻ്റെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, ചെസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ തൊറാക്സിക് മസിൽസിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടിയാണ് ശ്വസനക്രിയകൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ് ആണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിവർന്നിരിക്കുക. നിങ്ങളുടെ തോളിന് സമമായിട്ട് 2 കൈകൾ മുന്നിലേക്ക് കൊണ്ടുവരിക. ഇനി വളരെ പതുക്കെ സാവധാനത്തിൽ നെഞ്ച് ഭാഗം മാത്രം കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ ഫുൾ അവയർനെസ് കൊടുത്തുകൊണ്ട് 2 കൈകളും 2 വശത്തേക്ക് ഇതുപോലെ അകത്തണം. ഈ പരിധിക്ക് അപ്പുറം നമ്മൾ അകത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുറച്ചും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് വളരെ ശക്തിയായിട്ട് ശ്വാസം എടുക്കരുത്. വളരെ പതുക്കെ ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവൽ വരയ്ക്ക് മാത്രമേ കൈ അനക്കാവൂ. നിവർന്നിരിക്കുക. കസേരയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ പർട്ടിക്കുലർ ശ്വസനക്രിയ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഇരുന്നു കൊണ്ടാണ് ചെയ്യുന്നത്. വളരെ കംഫർട്ടബിളായിട്ടൊരു പോസ്റ്ററിൽ ഇരിക്കുക. നിവർന്നിരുന്ന് കൈകൾ രണ്ടും തോളിന് സമമായിട്ട് വയ്ക്കുക. സാവധാനത്തിൽ കണ്ണുകൾ അടച്ച് മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ നെഞ്ചിലേക്ക് കൊണ്ടുപോവുക. ഇനി സാവധാനത്തിൽ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. ചെസ്റ്റ് ഫുള്ളായിട്ട് എക്സ്പാൻഡ് ചെയ്തിരിക്കും. സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് 2 കൈകളും തോളിന് സമമായിട്ട് കൊണ്ടുവരിക. പതുക്കെ കണ്ണുകൾ തുറക്കുക, കൈകൾ താഴ്ത്തി ഇടുക. ഇത് ഒരു തവണ ആയതേ ഉള്ളൂ. ഇത് നമ്മൾ 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ്, ഒരു ബ്രേക്ക് ഇല്ലാതെ. ഈ ശ്വസനക്രിയ ചെയ്യുന്നതിനോടൊപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ചെസ്റ്റ് മസിൽസ് അല്ലെങ്കിൽ തൊറാസിക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ നെഞ്ച് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് വരുന്നത്. ഈ അപ്വേർഡ് മൂവ്മെൻറ്റ് വരുന്നത് കൊണ്ട് നമ്മുടെ ലങ്സിന് കുറച്ച് അധികമായിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇമ്പ്രൂവ് ആകും. അതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലങ്സിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, പൾമണറി ഫങ്ഷൻസ്, അത് ഇമ്പ്രൂവ് ആകും. ഇത് നിത്യേന പ്രാക്ടീസ് ചെയ്യുക. നന്ദി, നമസ്കാരം.